ഹായ് ഹലോ ദിസ് ഇസ് ജി 1989 തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയായിരുന്നു ടോവിനോ തോമസിന്റെ ജനനം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നെങ്കിലും കുട്ടിക്കാലം മുതലേ സിനിമയോടുള്ള ഇഷ്ടം ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിച്ചു. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞ ശേഷം 2012 ആദ്യ സിനിമയായ പ്രഭുവിന്റെ മകൾ എന്ന സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ആ സിനിമ ഒരു പരാജയമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങൾ അഭിനയിച്ച് ഒടുവിൽ ഇന്ന് 50ാമത്തെ സിനിമയായ ARM വരെ എത്തി നിൽക്കുമ്പോൾ മലയാളത്തിലെ യുവ നടന്മാർക്കും മുതിർന്ന നടന്മാർക്കും നേടാൻ സാധിക്കാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇന്ന് ടോവിനെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. അവയിൽ ചിലത് മലയാളത്തിലെ ഹയസ്റ്റ് കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രം ടോവിനോയുടെ 2018 മൂവിയായിരുന്നു. അതോടൊപ്പം തന്നെ 2018 മൂവി ഓസ്കാർ നോമിനേഷൻ വരെ ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ 100 കോടി ക്ലബിൽ കയറിയ 2018 ലൂസിഫർ, ARM എന്നീ 3 സിനിമകൾ ടോവിനുടേതായിരുന്നു. വിരലിലുണ്ടാവുന്ന 3D മൂവികൾ മാത്രമേ മലയാളത്തിലുള്ളൂ എങ്കിൽ അതിൽ ARM എന്ന ടോവിനുടെ സംഭാവനയായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ കുട്ടികളുടെ മനസ്സിൽ സൂപ്പർ ഹീറോ അത് സ്പൈഡർമാനും സൂപ്പർമാനും ആയിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടികളുടെ മലയാളത്തിലെ സൂപ്പർ ഹീറോ അത് മിന്നൽ മുരളിയാണ്. ആരുടെയും കെയർ ഓഫ് ഇല്ലാതെ മലയാളത്തിലേക്ക് കടന്നു വന്ന് അഭിനയ മികവ് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും മലയാളികളുടെ പ്രിയങ്കരനായ ടോവിനോ തോമസ് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ